ഇന്നലെ ഞങ്ങൾ ലീഗിൻ്റെ പട്ടിക പ്രഖ്യാപിച്ചു. കോൺഗ്രസും ഏതാണ്ട് ഒരു ഭൂരിപക്ഷം സീറ്റുകളിലേക്കുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. UDFിൻ്റെ ഘടകകക്ഷികളും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അംഗത്തിലേക്ക് ഇറങ്ങുകയാണ്. നല്ല ആത്മവിശ്വാസമാണ്. ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ മറ്റു ഘടകകക്ഷിയുടെയൊക്കെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കാണുമ്പോൾ തന്നെ അത് കാണുന്ന ആർക്കും വിജയ പ്രതീക്ഷ അതിൽ പ്രകാശിച്ചു നിൽക്കുന്നത് കാണുവാൻ കഴിയും. അതിലൊക്കെ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ആൾക്കാരാണ്. അതായത് ചെറുപ്പക്കാരായാലും മുതിർന്നവരായാലും രാഷ്ട്രീയ മേഖലയിലും എന്നതുപോലത്തെ മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെയാണ് UDF സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ ഞങ്ങൾക്ക് വലിയ വിജയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ശ്രീ ബലറാമുണ്ട്, അഭിജിത്തുണ്ട്, പ്രിയപ്പെട്ട കരീം ചേലേരുണ്ട്, ജയന്തി രാജനുണ്ട്. ഇവർ തന്നെ നല്ല ഉദാഹരണങ്ങളാണ്. ചെറുപ്പക്കാരാണ്. അതുപോലെ തന്നെ പാർലമെൻറ്റിൽ പാർലമെൻ്ററി ജീവിതത്തിൽ ഏറെ സംഭാവന നൽകപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും. ഓരോ സ്ഥാനാർത്ഥിയെയും ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള അത്തരം പ്രത്യേകതകൾ കണ്ടുകൊണ്ടാണ്. അപ്പോൾ അത് ജനങ്ങൾ അത് ഏറെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അതൃപ്തിയും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു. ശ്രദ്ധയപ്പെട്ടിരുന്നു അത്തരത്തിലുള്ള ഇല്ല, അത് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാകും. അത് പാർട്ടിയുമായി കൂടിയാലോചനയൊക്കെ നടത്തുമ്പോൾ അവർ അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനൊരു സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് പോകുന്ന ആളുകളൊന്നുമല്ല അവരൊക്കെ പാർട്ടിയിൽ കാലങ്ങളായി പ്രവർത്തിച്ച് വരുന്നവരാണ്. അവർ MLA ആയിട്ടുള്ള ആൾക്കാരാണ്. മറ്റ് പാർട്ടി കൊടുത്തുള്ള സ്ഥാനമാനങ്ങളൊക്കെ വഹിക്കുന്നവരാണ്. അപ്പം അതിൻ്റെ ഒക്കെ വിലമതിക്കുന്നവരാണ്. അവരൊന്നും അതിൻ്റെ പേരിൽ പാർട്ടി വിട്ടു പോകുമെന്ന് ഞങ്ങളാരും വിചാരിക്കുന്നില്ല. വനിതകൾക്ക് പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ വനിതാ ലീഗിൽ നിന്ന് ആരും ഭാരവാഹികളാരും സ്ഥാനാർത്ഥികളായിട്ടില്ല എന്നൊരു ആ രീതിയിലൊരു വിമർശനം കൂടി ഉയർന്നിട്ടുണ്ട്. ലീഗുകാരായ പുരുഷന്മാരുടെ ലീഗാണ്, ലീഗുകാരായ വനിതകൾ വനിതാ ലീഗാണ്. ഞങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെ അതിർത്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അതിർത്തി പ്രകടിപ്പിക്കുന്നത്, അവരുടെ വികാരങ്ങൾ എന്താണ് എന്ന് പാർട്ടി ചോദിച്ചറിയും. അവരാരും ഞങ്ങൾ പുറത്തു നിർത്തില്ല. ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവരാരും ഞങ്ങൾ പുറത്തു നിർത്തൂല. അവരെ പാർട്ടിയോട് ചേർത്തി കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. അല്ല, ഇന്നലെ പ്രഖ്യാപിച്ച 25 സീറ്റുകളിലും നമുക്കറിയാമല്ലോ എല്ലാ വിധത്തിലുള്ള പരിശോധനകളും കഴിഞ്ഞതിന് ശേഷമാണ് ആ 25 സ്ഥാനാർത്ഥികൾ ഞങ്ങൾ പ്രഖ്യാപിച്ചത്. നിങ്ങൾ പത്രക്കാർക്ക് തന്നെ അത് പറഞ്ഞല്ലോ, ലീഗ് എന്തിന് എത്ര സമയം ചെലവഴിക്കുന്നത് നിങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ചോദിച്ചതിന് അർത്ഥമൊന്നുമില്ല. ഓരോ മണ്ഡലത്തിലും ആരെയാണോ യോജ്യമായിട്ടുള്ളത് അതാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ല, അവർ അതായത് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചവർക്ക് സ്വാഭാവികമായിട്ടും ചില നിരാശയൊക്കെ ഉണ്ടാവും. അതിപ്പോൾ അവർ നിങ്ങൾ പത്രക്കാർ മൈക്ക് തൂക്കി പിടിച്ച് പോകുമ്പോഴത്തേക്കും പറയണമല്ലോ, ആ നിലക്ക് അവർ പറയും. നിങ്ങൾ അതേ സമയത്ത് നിങ്ങൾ മുനീർ സാഹിബിൻ്റെ അടുത്ത് പോയി നിങ്ങൾ വേറെ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ മുനീർ സാഹിബ് വളരെ പക്വതയോടെയാണ് അതിന് പ്രതികരിച്ചതെന്നുള്ള ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹവുമായിട്ട് കാര്യങ്ങളൊക്കെ കൂടിയാലോചിച്ചതിന് ശേഷമാണ് നമ്മൾ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ പ്രഖ്യാപിച്ചത്. അത് ഇന്നത്തോടു കൂടിയ തീരുമാനമാവുള്ളൂ. കാരണം കോൺഗ്രസിൻ്റെ നേതാക്കൾ ഡൽഹിയിൽ നിന്ന് ഇന്നലെ അവർക്ക് അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ശേഷം ഞങ്ങൾ കൂടിയാലോചന നടത്തും. മിക്കവാറും ഇന്ന് തന്നെ ഉണ്ടാവും. നേതാക്കളെ കിട്ടുന്ന മുറക്ക് ഇന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും.